ഹേ ഗായ്സ്, ഞാനിപ്പം ഇവിടെ ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രാവിൻ്റെ കുട്ടി ഇതിനെന്തോ ഇഞ്ചുറി പറ്റിയതാണ്. കണ്ടോ, ഇവിടെ ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. കണ്ടോ, ഇവൻ്റെ ഈ ഫെദറിന് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു സൈഡ് മാത്രമേ അവന് ആക്റ്റീവ് ആകാൻ പറ്റുന്നുള്ളൂ. ഈ സൈഡിൽ ഫെദറിന് എന്തോ ഒരു ഇഞ്ചുറി ഉണ്ട്. കണ്ടോ, ഇവൻ്റെ ഇവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. നമ്മളപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു കവറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കണ്ടോ, ആ ചിറകിൻ്റെ അൺബാലൻസ് ആണോ അത് നിൽക്കാൻ പറ്റാത്തത് പുള്ളിക്കാരിക്ക്. ഇന്നലെ പുള്ളിക്കാരിക്ക് കാലുകൊണ്ട് പോലും നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഭക്ഷണമൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ആള് ഒന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. നേരെ നിൽക്കുന്നൊക്കെ ഇന്നലെ കിടപ്പായിരുന്നു ആള്. അപ്പം ഒന്ന് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവൾക്കുള്ള ഹാൻഡ് ഫീഡാണിത്. ഇപ്പോൾ പുള്ളിക്കാരി ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമായിട്ട് നമ്മളൊരു പോസിറ്റീവായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇവൾക്ക് ആദ്യം ഭക്ഷണം കഴിക്കാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആള് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം ആള് നമുക്ക് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലിന് ഈ കാണുന്ന അവളുടെ എല്ലാണ്. അപ്പോൾ ആ എല്ല് പൊട്ടിയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ തന്നെ കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളെന്തായാലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആളെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ആളുടെ ക്ഷീണം നല്ലപോലെ മാറിയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചോറാണ് ചുമ്മാ വെച്ച് കൊടുത്തത്. ഇതിപ്പം തനിയെ ഭക്ഷണം കഴിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റിൽ വിജയിച്ചു. പിന്നെ ദഹിക്കാനും ഒക്കെ ഇത് വളരെ ഈസി ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോറ് വെച്ച് കൊടുത്തത്. ഇവളുടെ കാല് പക്ഷികളുടെ ചിറകിൻ്റെ ബാലൻസിലൂടെയാണ് അവർ രണ്ട് കാലിൽ നിൽക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ ചിറകില്ലാത്തത് കൊണ്ട് ശരിക്കും അവൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കിടന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ഇപ്പുറത്തെ സൈഡാണെങ്കിൽ കണ്ടോ, ആ ഒരു ചിറകിൻ്റെ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടോ ഇങ്ങനെ മറിഞ്ഞു പോകുന്നത്. കണ്ടോ, അതേ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ കണ്ട, ഇത് ചിറക് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇതിവിടെ ഒരു ഫില്ലർ വെച്ചിട്ട് കണ്ട, അവർ ഇമ്മൊബൈലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫില്ലർ വെച്ചിട്ട് ബൈൻഡ് ചെയ്തേക്കാണ് ആ ചിറകിൽ അനക്കം തട്ടാതിരിക്കാനായിട്ട്. അതായത് നമ്മുടെ ഇവളുടെ എല്ല് ഒടിഞ്ഞ് പുറത്തോട്ട് നിൽക്കുമായിരുന്നല്ലോ. അപ്പോൾ അത് അവർ വെച്ച് കെട്ടി ഒരു ഫില്ലർ വെച്ചിട്ട് അത് ഇമ്മൊബൈലൈസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇത് അഴിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇവള് ഇങ്ങനെ കിടന്ന് ഭക്ഷണം കഴിക്കുന്നത്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരു സപ്പോർട്ടിന് ഇവിടെ പിടിച്ചു കൊടുക്കണം, എന്നാലേ അവൾ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ നല്ലപോലെ തന്നെ. ആളിപ്പോൾ പഴയതിലൊക്കെ ഭയങ്കരമായിട്ട് എനർജി വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ ഇങ്ങനെ ഭയങ്കര തൂങ്ങി ഒടിഞ്ഞു മടങ്ങി കിടക്കുന്ന പോലെ ആയിരുന്നു. ഇപ്പം സെറ്റായിട്ടുണ്ട്. കണ്ടോ, ഏകദേശം ഒരു 20 ഗ്രാമെങ്കിലും ഉണ്ടായിരുന്നു ചോറ്. അത് മുഴുവൻ ഏകദേശം തീരാറായി. ഇപ്പം ഇറച്ചിക്കറി വേണോ? എന്തടി, ഇറച്ചിക്കറി വേണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബീഫ് കറി ഇപ്പുണ്ട്, തരാം കേട്ടോ, കഴിക്കണം. പക്ഷേ നമ്മളപ്പോൾ ഇതിൻ്റെ ചിറക് ഭാഗത്ത് ഒന്നുകൂടെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഭക്ഷണം കൊടുക്കാനായിട്ട് ഞാൻ പുറത്തെടുത്തതാണ്. ചോറാണ് വെച്ച് കൊടുത്തത്. കഴിക്കുന്നുണ്ടായിരുന്നു ആൾ. നമ്മൾ ഫോൺ എടുത്തപ്പോഴത്തേക്ക് അങ്ങനെ സ്റ്റക്കായതാണ്. കണ്ട, ഈ ചിറക് ഭാഗത്ത് അവൾക്കിപ്പോൾ വെയിറ്റ് ആയതുകൊണ്ടാണ് ബോഡി ബാലൻസിങ് കുറച്ച് പാടാകുന്നത്. കണ്ടോ, ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷെ നേരത്തെയൊക്കെ കിടക്കുമായിരുന്ന ആൾ ഇപ്പം റെഡിയായി വരുന്നുണ്ട്. ബോഡീനെ ഇപ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലൊക്കെ ചെറുതായിട്ട് സെറ്റായി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇത്ര നാൾ കിടന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചത്. കണ്ടോ, ഇപ്പോൾ കാലിൽ നിൽക്കുകയാണ്. കണ്ടോ, നമ്മൾ ആ പ്ലാസ്റ്ററൊക്കെ അൺസ്ട്രാപ്പ് ചെയ്തിട്ട് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വിചാരിച്ചിരുന്നത് ഫീമെയിലാണെന്നാണ്. എൻ്റെ അച്ഛൻ ഇതിനു മുമ്പ് നേരത്തെ പ്രാവിനെ വളർത്തിയിട്ടുള്ളതുകൊണ്ട് അച്ഛനാണ് എന്നോട് പറഞ്ഞത് ഇത് മെയിലാണ്. പിന്നെ അടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്കൊക്കെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു
മാനദണ്ഡങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടായിരിക്കും അച്ഛനൊക്കെ പറഞ്ഞേ. കണ്ടോ ഇപ്പം ചിലതൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ടെങ്കിലും ആ കാലിന് എന്തോ ഒരു പ്രശ്നമുണ്ട് നടക്കുമ്പോൾ. കാരണം പ്രോപ്പറായിട്ടല്ല ഇവൻ കാല് വയ്ക്കുന്നത്. ചിറക് ഫിക്സ് ആയത് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ ആക്റ്റീവാണ് നല്ല രീതിയിൽ. എവിടെ പോകണം അവിടെ നിൽക്കി. കണ്ടോ നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഒന്ന് പറപ്പിച്ച് കാണിച്ചത്. കണ്ടോ കണ്ടോ ഇവിടെ ആയിരുന്നു. ഇതാണ് ആ എല്ല് പുറത്തോട്ട് നിൽക്കുന്നത്. കണ്ടോ ഇപ്പം അത് സെറ്റായിട്ടുണ്ട് നന്നായിട്ട് തന്നെ. കണ്ടോ ഇപ്പം നല്ലപോലെ ആക്റ്റീവാണ് ആള്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഒന്ന് സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യാണ്. കാരണം ലിഫ്റ്റ് ചെയ്യാനായിട്ടില്ല. പറക്കുന്നുണ്ടെങ്കിലും ബോഡി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ചെറിയ കസേരയുടെ മുകളിൽ മാത്രമേ ഇപ്പോൾ പറന്നിരിക്കുന്നുള്ളൂ. അപ്പോൾ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ ആയിക്കഴിഞ്ഞാലാണ് ഞാനിവനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണിപ്പോൾ. കണ്ടോ ഇപ്പം ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. കണ്ടോ ഞാനിപ്പോൾ കയ്യിൽ അരിമണി വെച്ച് കൊടുത്തിട്ട് അതെൻ്റെ കയ്യിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആള്. കണ്ടോ ആൾക്കിപ്പം നല്ലപോലെ പറക്കൊക്കെ ചെയ്യാം. ഇപ്പം നമ്മുടെ ഇവൻ്റെ എല്ലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടോ നമ്മൾ ഇവനെ വിട്ടുകൊടുക്കുകയാണ്. ഇവൻ പറക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അകത്തൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവനെ റിലീസ് ചെയ്ത് കൊടുക്കണം. പോണ്ടേ ഞാനപ്പോൾ ഹൈറ്റ് പേടിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലപോലെ ഇണങ്ങിയിട്ടുണ്ട്. കണ്ടോ അപ്പം എന്തായാലും നമുക്കിനി വിട്ട് കൊടുക്കാനുള്ള ആ ഒരു ഇത് നമുക്ക് മാറ്റിയേക്കാം. ഇതുവരെയൊക്കെ ഞാൻ റൂം തുറന്നിട്ടില്ലായിരുന്നു, അടച്ചായിട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മുതൽ റൂം തുറന്നിട്ടേക്കാം. ഞാൻ ഇന്നത് വിട്ടു കൊടുക്കുന്നില്ല. കാരണം ഇത്രയും ഹൈറ്റിൽ നിന്ന് തന്നെ വിട്ടു കൊടുത്തിട്ട് പോകാനൊരു മടി പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും അകത്ത് തന്നെ കൊണ്ട് വെച്ചേക്കാണ്ട് വാലോ ഉണ്ടാക്കാം. അവന് ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പോട്ടെ, തിരിച്ചു വരും.